കൂടി കാണേണ്ടി വരും. ശരി, എൻ ഹരിദാസ് BJP നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹരിദാസ്, സംഘപരിവാറിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കൂടി കടന്നു കയറുകയാണ് CPM. SNDP, NSS ഇപ്പോൾ ഇതാ അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ കൂടി CPM തേടുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നഷ്ടം നിങ്ങൾക്കല്ലേ ഉണ്ടാവുക? ഞങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം ഈ CPM എന്ന് പറയുന്ന കപട രാഷ്ട്രീയ സംഘടനയെ കേരളീയ സമൂഹം മനസ്സിലാക്കിയതാണ്. അവരെന്തെങ്കിലും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിച്ചാൽ പെട്ടെന്ന് പൊടുന്നനെ മറക്കുന്നവരല്ലല്ലോ കേരളീയര്. കേരളീയർക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്. അവരൊന്നും മറന്നുപോകില്ല. CPM-ന്റെ പ്രകടമായ മുദ്രാവാക്യം എന്താണ്? ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് ഈ കേരളീയ സമൂഹത്തിന്റെ ഈ പൊതുവേദികളിൽ വിളിച്ചു പറഞ്ഞത് ആരാണ് CPM ആണ്. അതുപോലെ CPM പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവരൊക്കെ ആൾദൈവങ്ങളാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഇവിടുത്തെ സന്യാസി വര്യന്മാരെയൊക്കെ ആൾദൈവങ്ങളെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആളുകൾ ഇപ്പോഴൊക്കെ പോയി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി കൊണ്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കൊന്നും കേരളീയ സമൂഹം മാപ്പ് നൽകില്ല, വോട്ട് നൽകില്ല എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അമൃതാനന്ദമയി ദേവിയെ ആദരിച്ചുകൊണ്ടും കാര്യമില്ല. അത് പ്രായശ്ചിത്തമാണ്. കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ തെറ്റിന്റെ പ്രായശ്ചിത്തമായിരിക്കാം അത്. പിണറായി വിജയനെ കൊണ്ട് ദൈവങ്ങൾ ഭഗവാൻ ചെയ്യിക്കുന്നതാണ്, ഒരു ശക്തി ജയിക്കുന്നതാണ്. അതിനപ്പുറത്തായിട്ട് ഇത് വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവർ ഈ മത സംഘടനകളോട് ചെയ്തിട്ടുള്ള ക്രൂരത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ശബരിമലയോട് കാണിച്ച ക്രൂരത എന്താണ്? അത് മറക്കാൻ സാധിക്കുമോ? അവിടെ ആചാര ലംഘനം നടത്തി. ഇപ്പം പോയിട്ട് അയ്യപ്പ സംഗമം നടത്തിയപ്പോ അതിന് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് ഇപ്പോ NSS-ന്റെ പിറകെ പോകുന്നു, SNDയുടെ പിറകെ പോകുന്നു. ഈ ജാതീയ സംഘടനകളെ അധിക്ഷേപിച്ചവരാരാണ്? എന്താണ് നാരായണ ഗുരുദേവനെ പറ്റി മുൻകാലം പറഞ്ഞത്? സിബിന്റെ സ്വാമി എന്ന് പറഞ്ഞവരാ. നാരായണ ഗുരുദേവൻ എപ്പോഴാണ് ഇപ്പൊ ഗുരുദേവനായി മാറിയത്? ഇപ്പൊ അടുത്ത കാലത്താണ്. അപ്പൊ ഈ ആചാര്യന്മാരൊക്കെ അധിക്ഷേപിച്ച ഒരു പാർട്ടി പൊടുന്നനെ എന്തെങ്കിലും ഒരു വഴിപാട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് തോൽവി സ്വപ്നം കണ്ടിട്ട് അതിന് മുന്നേ പോയിട്ട് ഇങ്ങനെ വോട്ട് വിട്ടും ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. പൊതുസമൂഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഇവരുടെ ചെയ്തികളും പ്രവൃത്തികളും ഇവരുടെ നാടകങ്ങളൊക്കെ ഈ പൊതുസമൂഹം കണ്ടതാണ്. അപ്പൊ ഇവർ കേവലം വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് പറഞ്ഞതൊക്കെ വിഴുങ്ങുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം പാടെ നശിച്ചുവെന്ന് പറയണം. എന്നാൽ പിന്നെ ശബരിമലയിൽ പോയിട്ട് സുപ്രീം കോടതി കൊടുത്ത ഈ പറയുന്ന കേസുകളൊക്കെ പിൻവലിക്കട്ടെ. സുപ്രീം കോടതി പറയട്ടെ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ കൊടുത്ത പറ്റി ഞങ്ങൾ പിൻവലിക്കുന്നു പറയട്ടെ. എന്താ പറയാത്തത്? അതുകൊണ്ട് ഈ ആചാര്യന്മാരോട് കാണിച്ചിട്ടുള്ള ക്രൂരത, എല്ലാ സന്യാസിമാരോടും കാണിച്ചിട്ടുള്ള ക്രൂരത, ഈ ക്രൂരതയൊന്നും പൊതുസമൂഹം മറക്കില്ല. അതുകൊണ്ട് ഇവരെ കാണിക്കുന്നത് ഒരു കേവലം വോട്ടിന് വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ്. ശരി, വളരെ നന്ദി ശ്രീ ഹരിദാസ് പ്രതികരിച്ചതിന്. CK ഷാക്കിർ,